Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ത്രെഡ്സ് വന്നിട്ട് സിൽക്കി ത്രെഡ്സ് ആണ്. വൈറ്റ് കളർ, സ്കൈ ബ്ലൂ, അതുപോലെ പാരറ്റ് ഗ്രീൻ കളർ. ഈ 3 കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്കിത് ചെറിയ പേൾ വേണം, വൈറ്റ് കളറിൽ ചെറിയ പേൾ വേണം കേട്ടോ. ഈ ഒരു സൈസിലുള്ള പേൾ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു യോക്ക് ഡിസൈൻ ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിട്ട്. നെക്ക് ടു യോക്ക് ഭാഗം വരെയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ ലീഫ്, സ്റ്റെമ്മ്, 4 ഫ്ലവേഴ്സ്. അപ്പോൾ 2 ഫ്ലവേഴ്സ് വന്നിട്ട് സ്കൈ ബ്ലൂ കളറിലെ ത്രെഡ് വെച്ചിട്ട്, ബാക്കി 2 വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട്, പിന്നെ സെൻട്രലായിട്ട് ഇത് കണ്ടോ ചെറിയ ചെറിയ ഡോട്ട്സ് കൊടുത്തേക്കണേ, അവിടെ നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എന്താ പറയുക, യോക്കിൻ്റെ ആ ഒരു വരച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ മെറ്റീരിയലിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ മെറ്റീരിയലിൽ വരച്ചിരിക്കുന്നത്. ട്രേസ് ചെയ്തൊന്നും എടുത്തിരിക്കുകയല്ല, കൈകൊണ്ട് തന്നെ വരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാവേ. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 8 സ്ട്രാൻഡ്സിലും ഒക്കെ നമുക്ക് ത്രെഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. അപ്പോൾ സ്റ്റെമ്മ് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ സ്റ്റെം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലീഫ് ഞാൻ ചെയ്തിരിക്കുന്നത് സാറ്റിൻ ലീഫാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമുക്ക് സൽവാറിൽ യൂസ് ചെയ്യാം, അതുപോലെ ഏലൻ കുർത്തിയിൽ, അതുപോലെ അംബ്രല്ല കുർത്തിയിൽ ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ലീഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ അപ്പുറത്തെ ലീഫും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ സ്റ്റെമ്മും ലീഫും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഫ്ലവറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് സ്കൈ ബ്ലൂ കളറിലെ ത്രെഡ്. അപ്പോൾ ഇതും ഞാൻ ഒരു 6 സ്ട്രാൻഡ്സിൽ എടുത്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് നോട്ട് എനിക്ക് തീരെ ചെറിയ ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ്സിൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യം ത്രെഡ് ചുറ്റിയിട്ട് താഴേക്ക് വലിച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ റൗണ്ട് ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പം ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഡിസൈനാണിത് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് വലിയ വലിയ സ്റ്റിച്ചസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ് വന്നിട്ടുണ്ട്, അതുപോലെ ലീഫ്, പിന്നെ ഫ്രഞ്ച് നോട്ട്, അത്ര സ്റ്റിച്ചസ് നമുക്കിവിടെ വരുന്നുള്ളൂ. പിന്നെ ലോങ് ഫ്രഞ്ച് നോട്ട്, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഫ്രഞ്ച് നോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുള്ളിലുള്ള ഗ്യാപ്പും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ കൊടുക്കേണ്ടത് വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് 2 സൈഡിൽ കൊടുക്കേണ്ടത്. മുകളിൽ ബ്ലൂ കളറിലെ ത്രെഡ് തന്നെ കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു സൈഡുണ്ടല്ലോ, ആ സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലോങ് ഫ്രഞ്ച് നോട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് 2 ത്രെഡും വെച്ചിട്ട് മിക്സഡ് കളറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ കണ്ടോ, നോക്കിക്കോണേ, ഈ സിൽക്ക് ത്രെഡ് ഞാനിവിടെ ഒരു 2 ലെയർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതുപോലെ 2 ലെയർ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, 2 ലെയർ എടുത്തു. ഇനി നമുക്ക് അതുപോലെ തന്നെ 2 ലെയർ നമുക്ക് ബ്ലൂ കളറിലെ ത്രെഡും എടുക്കാം. ഇതുപോലെ കണ്ടോ, 2 കളർ ത്രെഡ് തന്നെ ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നീഡിലേക്ക് കയറ്റുക. അപ്പോൾ അതാ നീഡിലേക്ക് ഞാൻ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 അറ്റം കൂടെ ഒരുമിച്ചൊന്ന് പിടിക്കുക. കണ്ടോ, 2 അറ്റം കൂടെ പിടിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ആ ത്രെഡ് ഒന്ന് തിരിച്ച് കൊടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുക്കുക. കൊടുത്തിട്ട് നമുക്ക് സൂചിയുടെ ആ ഒരു ഭാഗവും അതുപോലെ താഴത്തെ ആ ഒരു ഭാഗം കൂടെ പതുക്കെ ഒന്ന് വലിച്ച് നീട്ടുക. കണ്ടോ, നമുക്ക് ആ ഒരു 4 ത്രെഡും കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും കേട്ടോ. അത് നമുക്ക് ഡബിൾ ഷെയ്ഡ് ത്രെഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ അറ്റം. അതായത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗം നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, മിക്സഡ് കളറായിട്ട് വന്ന കണ്ടോ, ഡബിൾ ഷെയ്ഡ് കളറ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അതിപ്പോൾ കോട്ടൺ ത്രെഡ്സിലും നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. 2 ആങ്കർ ത്രെഡ്സിൻ്റെ അകത്തൊന്നും ത്രെഡ് എടുക്കുക. ഒരു ത്രെഡ് എടുത്തതിന് ശേഷം വേറെ കളറും കൂടെ അതിനകത്തോടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഓരോ ഭാഗത്ത് നിന്ന് നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടൊക്കെ നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പീളി പിടിപ്പിക്കുക. അതതിൻ്റെ സെൻട്രലായിട്ട് ഞാനിങ്ങനെ 4 ഞാൻ കാണിച്ചിരുന്നല്ലോ, പാറ്റേണിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നമുക്കിതാ ഇതുപോലെ ആ ഒരു സെൻട്രലായിട്ട് ഒരു പേൾ കൊടുക്കുക. അതിൻ്റെ ചുറ്റിനും ബാക്കി പേൾസ് ഫിക്സ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് പേൾസ് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതായിരിക്കും കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുന്നതെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഓരോ ബീഡിൻ്റെയും ഇടയിൽ കൂടി വീണ്ടും നമുക്ക് ത്രെഡ് കയറ്റി കൊടുക്കാം. കാരണം വെച്ചാൽ അതൊന്ന് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ നമുക്ക് കെട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് കേട്ടോ. യോക്ക്, അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് യോക്കിലേക്കാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇത്. അതുപോലെ ഇത് നമുക്ക് എലൈൻ കുർത്തിയായിട്ട്, അതുപോലെ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.